നമ്മുടെ മത്തൻ അഥവാ മത്തങ്ങ വെച്ചിട്ട് ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ, ഒരു സ്വീറ്റ് റെസിപ്പി. ഇത് ഏഷ്യൻ ഡിസേർട്ട്, ഹോങ്കോങ്ങിൽ ഒറിജിനേറ്റഡ് ആയിട്ടുള്ള മാംഗോ സാഗോ പുഡിംഗ് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിനെ നമുക്ക് പംകിൻ സാഗോ ഡെസേർട്ട് എന്നോ പംകിൻ സാഗോ പുഡിംഗ് എന്നോ വിളിക്കാം. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ റെസിപ്പിക്ക് വേണ്ടി ഞാനൊരു പഴുത്ത മത്തൻ എടുത്തിട്ടുണ്ട്. ദശ യെല്ലോ കളറിലാണോ മഞ്ഞ നിറത്തിലാണോ എന്നുള്ളത് നോക്കിയാൽ മതി. ഇതൊരു 6 പേർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മത്തനിൽ നിന്ന് 600 ഗ്രാം മാത്രമാണ് ഞാൻ എടുക്കുന്നത്. മത്തൻ നല്ലോണം ക്ലീൻ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ സാധാരണ ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ഫുഡ് പ്രോസസ്സറിലിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് ഇതിൻ്റെ നീളത്തിലുള്ള സ്ട്രാൻഡ്സ് ആയിട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ഒരു ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു 600 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് സാഗോ പേൾസ് ആണ്. അതായത് നമ്മുടെ കപ്പയില്ലേ, കപ്പ പേൾസ് ആക്കി എടുക്കുന്നതാണ് ഈ സാബൂനരി സാഗോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ സോക്ക് ചെയ്ത് വെക്കണം. നല്ല വെള്ളത്തിൽ, നല്ല വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇതിപ്പം 30 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ്. ഞാൻ ചെറിയ പേൾസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ പേൾസും കിട്ടും, അതിന് കുറച്ച് നേരം കൂടി സോക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി ഇത് തിളച്ച വെള്ളത്തിലോട്ടിട്ട് വേവിച്ചെടുക്കണം. തിളച്ച വെള്ളം, എക്സ്ട്രാ വെള്ളം തന്നെ ചേർക്കണം, ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പോവും, പരസ്പരം ഒട്ടിപ്പോവും. എക്സ്ട്രാ വെള്ളം ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയി വരും. ആ സമയത്ത് നമുക്കിത് തീയിൽ നിന്ന് മാറ്റണം. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ച് വെള്ളം കളഞ്ഞിട്ട് നേരെ അത് തണുത്ത വെള്ളത്തിലേക്ക് ഇടണം. കുക്കിംഗ് പ്രോസസ്സ് നിർത്താൻ വേണ്ടിയിട്ടാണത്. അതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും അരിച്ചു മാറ്റി സൈഡിൽ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ചിയ സീഡോ അല്ലെങ്കിൽ ബേസിൽ സീഡോ ആണ്. ബേസിൽ സീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാമതുളസിയുടെ സീഡ്. ഇത് ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് 1/2 ലിറ്റർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഇതൊരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് ഇങ്ങനെ പൊലിഞ്ഞു വരും. അതാണ് നമുക്ക് വേണ്ടത്. ഇതാ ഇപ്പോൾ ഇവിടെ മത്തൻ ഗ്രേറ്റ് ചെയ്തെടുത്തതുകൊണ്ട് ചിയ സീഡും റെഡിയാണ്, നമ്മുടെ സാഗോ പേൾസും റെഡിയാണ്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഇതാ ഇപ്പോൾ ഇവിടെ 5 ലിറ്ററിൻ്റെ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഇളക്കാൻ നേരത്ത് അതിന് പറ്റിയൊരു പാത്രം എടുത്തു എന്നേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച മത്തൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 250 ml, അതായത് 1 കപ്പ് വെള്ളം മാത്രമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ മത്തനും കുറേ വെള്ളം ഇറങ്ങി വരാനും ഉണ്ട്, അപ്പോൾ ഇത്ര മതി. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പാകത്തിന് വേവായി കിട്ടും. അടപ്പ് തുറന്ന് ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇതിൽ നിന്ന് കണ്ടില്ലേ, വെള്ളം, പച്ചക്കറിയിൽ നിന്ന് വെള്ളം, മത്തനിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് വറ്റിച്ചെടുക്കൊന്നും വേണ്ട. അടുത്തതായി ഇതിലേക്ക് പഞ്ചസാര 1 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ആവാം കേട്ടോ. അതിൽ കൂടുകയും കുറയുകയും ചെയ്യണ്ട. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പഞ്ചസാര കാരമലൈസ് ഒന്നും ചെയ്യണ്ട, നമുക്കതൊന്ന് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് 1 ലിറ്റർ പശുവിൻ പാലാണ്. അത് നന്നായി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് നേരിട്ട് പംകിനിലേക്ക് ചേർത്ത് തിളപ്പിക്കാതിരുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പംകിനും വേസ്റ്റ് ആവും, അതിൽ ആഡ് ചെയ്ത ഷുഗറും വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് നേരത്തെ തിളപ്പിച്ച് വെച്ചത് കേട്ടോ. അടുത്തതായി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഉള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് കോൺ സ്റ്റാർച്ചും പിന്നെ എക്സ്ട്രാ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ എടുക്കുക കേട്ടോ. വാനില എസൻസ് 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാൻ നേരത്തെ പാല് തിളപ്പിച്ചപ്പം പാലിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വെച്ചിരുന്നു, ഒരു 1/2 കപ്പ്. അതും കൂടെ ചേർത്താണ് ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് സ്ലറി ആക്കി എടുക്കുന്നത്. പാലും കസ്റ്റാർഡ് പൗഡറും ചേർത്ത് കട്ടയില്ലാതെ അലിയിച്ച് മാറ്റി വയ്ക്കാം. ഈ ഒരു റെസിപ്പിക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മതി കേട്ടോ. നമുക്കിതൊരു ചെറിയൊരു തിക്നെസ് മതി, ജെല്ലി പോലെ കട്ടിയാക്കി എടുക്കൊന്നും വേണ്ട. പാല് വീണ്ടും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ സ്ലറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
പാലൊന്ന് ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. വാനില എസൻസിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് തീയിൽ നിന്ന് മാറ്റാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇത് നേരിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റരുത് കേട്ടോ. ചൂടോടെ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടില്ല. പുറത്തിരുന്ന് ഫാനിൻ്റെ അടിയിലിരുന്ന് നന്നായിട്ട് കൂൾ ഡൗൺ ആവണം. നന്നായിട്ട് കൂൾ ഡൗൺ ആയതിനു ശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച സാബൂനരി സാഗോ റൈസ് ഇതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ചിയാ സീഡ്സ് സോക്ക് ചെയ്ത് വെച്ചതും അതും കൂടെ ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം കട്ടകളില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് മാത്രമാണ് ഈ ഒരു റെസിപ്പിയിലെ ആകെയുള്ള ബുദ്ധിമുട്ടുള്ള പണി. ഇത് നന്നായിട്ട് കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കാൻ കുറച്ച് നേരം എടുക്കും. ഒരു 2 മിനിറ്റോളം എടുത്തിട്ട് നന്നായി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഒരു ക്രഞ്ച് കിട്ടാനായിട്ട് കുറച്ച് ഡ്രൈ നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഫ്രിഡ്ജിൽ കയറ്റി ചില്ലാക്കി എടുക്കാം. സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ എടുത്തു മാറ്റിയാൽ മതി. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ടോപ്പിംഗ് ആയിട്ട് കുറച്ച് പംകിൻ്റെ സ്ട്രാൻഡ്സും വയ്ക്കാം. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ബൗളിലോ ഗ്ലാസ്സിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ പറയൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.